ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അമേരിക്കയുടെ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നു. നടപടിക്കെതിരെ ഇന്ത്യ കനത്ത എതിർപ്പറിയിച്ചെങ്കിലും തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയില്ല. അമേരിക്കയ്ക്ക് വഴങ്ങാതെ മറ്റു സാധ്യതകൾ തേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തീരുവ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെയും വിതരണ ശൃംഖലയെയും കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏതൊക്കെ മേഖലകളെയാണ് ഈ അധിക തീരുവ കാര്യമായി ബാധിക്കുക? പ്രതിസന്ധിയെ മറികടക്കാൻ കേന്ദ്രത്തിന്റെ പക്കൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. US അധിക തീരുവ ഇന്നു മുതൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓഗസ്റ്റ് 6-നാണ് ഇന്ത്യൻ ഇറക്കുമതിക്ക് അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് വന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 9:30 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. ഇന്നു മുതൽ വിൽപ്പനയ്ക്കായി US-ലേക്ക് എത്തിക്കുന്നതോ വെയർ ഹൗസുകളിൽ നിന്ന് കൊണ്ടുപോകുന്നതോ ആയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ തീരുവ ചുമത്തും എന്നാണ് ഉത്തരവ്. റൈറ്റ്, തീരുവ ബാധകമാകുന്ന ഉൽപ്പന്നങ്ങൾ. ഇതുവരെയുള്ള ചോദ്യം ഏതെങ്കിലും നയതന്ത്ര മാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നയതന്ത്ര പ്രശ്ന പരിഹാര മാർഗങ്ങളിലൂടെയോ ഈ ഉത്തരവ് അമേരിക്ക പിൻവലിക്കുമോ എന്ന ചോദ്യം നിലനിന്നിരുന്നു. പക്ഷേ ആ ചോദ്യത്തിനോ അല്ലെങ്കിൽ ആ കാത്തിരിപ്പിനോ ഇനി പ്രസക്തിയില്ല. ഇന്നു മുതൽ ആ തീരുവ വർധനവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളെയാണ് ഈ തീരുവ വർധനവ് കാര്യമായി ബാധിക്കുക എന്നുള്ളതാണ്. ടെക്സ്റ്റൈൽസ്, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, തുകലും ചെരുപ്പുകളും വജ്രമടക്കമുള്ള ആഭരണങ്ങൾ തുടങ്ങിയവയാണ് കാര്യമായും അധിക തീരുവ ബാധിക്കാൻ പോകുന്നത്. US-ലേക്കുള്ള ഇന്ത്യയുടെ ആകെ കയറ്റുമതി 7.53 ലക്ഷം കോടിയുടേതാണെങ്കിൽ 5.24 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയും ഉയർന്ന തീരുവ തിരിച്ചടിയാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരുവരഹിത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമുദ്രോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, ആഭരണങ്ങൾ എന്നീ മേഖലയാണ് കാര്യമായി ഈ 50% തീരുവ വർധന അധിക തീരുവ ബാധിക്കുക. പക്ഷേ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴും തീരുവ ബാധിക്കില്ല. അങ്ങനെയെങ്കിൽ ആ തീരുവരഹിത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മരുന്ന്, ഇലക്ട്രോണിക്സ്, പെട്രോളിയം തുടങ്ങിയവയാണ് തീരുവ ബാധകമാകാത്ത ഉൽപ്പന്നങ്ങൾ. ഇവയൊന്നും ഇന്ത്യ കാര്യമായി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ലതാനും. ഇനി ഇങ്ങനെ ഈ തീരുവ കൂട്ടുന്നതോടുകൂടി അധിക തീരുവ ഏതൊക്കെ അർത്ഥത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയാകും, എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്നതാണ് നമ്മൾ വിശദമായി കാണേണ്ടത്. കയറ്റുമതിയുടെയും ഒപ്പം തൊഴിൽ നഷ്ടവും ഉണ്ടാകും. ടെക്സ്റ്റൈൽസ് മേഖലയാണ് അധിക തീരുവ കാര്യമായി ബാധിക്കുക എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. 1.62 ലക്ഷം കോടി രൂപയുടെ ടെക്സ്റ്റൈൽസ് കയറ്റുമതിയിൽ 43% ഇടിവുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ മേഖലയിൽ തൊഴിൽ നഷ്ട ഭീഷണിയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ തന്നെ. ഇനി സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലേക്ക് വന്നാൽ 60,000 കോടി രൂപയുടേതാണ് സമുദ്രോൽപ്പന്ന മേഖലയിലെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി. ഇതിൽ 40% ചെമ്മീനാണ്. ഈ മേഖലയിൽ 24,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത്. തുകലും ചെരുപ്പുമാണ് ബാധിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മേഖല. ആകെ കയറ്റുമതിയുടെ 20%, അതായത് തുകൽ ചെരുപ്പ് മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ആകെ കയറ്റുമതിയുടെ 20% US-ലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ മേഖലയിലും കാര്യമായ കയറ്റുമതി ഇടിവും ഒപ്പം തൊഴിൽ നഷ്ടവും ഉണ്ടാകും. പ്രധാനപ്പെട്ട ചോദ്യം ഇനി ബാക്കിയാവുന്ന കേന്ദ്രത്തിന് മുന്നിൽ ഇനി എന്ത് വഴി? കേന്ദ്രം എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. പക്ഷെ പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തിന് മുന്നിൽ എന്തൊക്കെ വഴികളുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പല വഴികളുണ്ട്. അതിൽ ഒന്നാമത്തേത് US-ന്റെ ഭീഷണിക്ക് വഴങ്ങി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വഴി. എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ തയ്യാറായി എന്നുള്ളതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചതും സർട്ടൻ എന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് ഈ തീരുവ കൂട്ടിയതും. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും മുന്നിൽ വഴങ്ങിക്കൊണ്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അങ്ങനെ വഴി ഇപ്പോൾ ഇന്ത്യ പരിഗണിക്കുന്നില്ല എന്നാണ് നമ്മൾ കേന്ദ്ര നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തെ വഴി അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുക. അതിനുള്ള കാര്യമായ നീക്കങ്ങളൊന്നും ഇതുവരെ ഇന്ത്യ നടത്തിയിട്ടില്ല. നടത്തിയതാവട്ടെ ഫലം കണ്ടിട്ടുമില്ല. അതിന്റെ റിസൾട്ട് എന്നോണമാണ് ഒരു നയതന്ത്ര നീക്കങ്ങളും വിജയം കാണാതെ വന്നതോടുകൂടിയാണ് ഇന്നിപ്പോൾ ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതുമെന്ന് ഓർക്കണം. ഇനി മൂന്നാമത്തെ വഴി പുതിയ കയറ്റുമതി ഇടങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അതിലേക്ക് കേന്ദ്രം ഗൗരവതരത്തിൽ കടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ കേന്ദ്രം നടത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇതോടൊപ്പം കേന്ദ്രം ചെയ്യേണ്ട അത്യാവശ്യമായ കാര്യം ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അധിക തീരുവയുടെ ആഘാതത്തിൽ നിന്ന് നമ്മുടെ തൊഴിൽ മേഖലകളെ സംരക്ഷിച്ചു നിർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കലുമാണ്. ഇത് വേഗത്തിൽ ചെയ്യേണ്ടതാണ്.
അതുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ട്രംപ് ഫോണിൽ വിളിച്ചു, മോദി എടുത്തില്ല. ഇന്നിപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം അതാണ്. എന്ന് വെച്ചാൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ ഇന്ന് പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ എവിടെയൊക്കെയാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ പാളിയത് എന്ന ചർച്ചകൾ ഉയരുന്നതിനിടെയാണ് ഒരു ജർമ്മൻ മാധ്യമം ഈ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത്. കേന്ദ്രത്തിന്റെ മുന്നിലെ ആദ്യത്തെ വഴിയിലേക്ക് വീണ്ടും പോയാൽ അത് നയതന്ത്ര നീക്കങ്ങളിലൂടെയുള്ള പരിഹാരമാണ്. ഇതുവരെ ഇന്ത്യ അതിന് തയ്യാറായിട്ടില്ല എന്നാണ് ഒരു ജർമ്മൻ മാധ്യമം നൽകിയ വാർത്തയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ US പ്രസിഡന്റ് ട്രംപ് 4 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ ഫോണിൽ വിളിച്ചുവെന്നും 4 തവണയും മോദി ഫോൺ എടുത്തില്ലെന്നുമാണ് ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പക്ഷേ ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇനി വാർത്ത സത്യമാണെങ്കിൽ ട്രംപിന്റെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും മുന്നിൽ വഴങ്ങാൻ ഇന്ത്യ ഒരുക്കമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിൽ ഇന്ത്യ മറ്റെന്തോ വഴികൾ കണ്ടിട്ടുണ്ട്, അതുടൻ പ്രഖ്യാപിക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ധനസുമോദ്, ഞങ്ങൾ ഡൽഹി ചീഫ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ധനസുമോദ്, ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചത് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് വരെയുള്ള നാളുകളിൽ എങ്ങനെയെങ്കിലും നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇത് സെറ്റിൽ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ശ്രമങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള വഴികൾ എന്താണ്? ഒപ്പം കേന്ദ്രം നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? ധനസുമോദ്. സൈഫുദ്ദീൻ, ഈ അമേരിക്ക ഉയർത്തിയിരിക്കുന്ന ഈ നികുതി ഭീകരത മറികടക്കാൻ 2 തരം തന്ത്രങ്ങളാണ് ഇന്ത്യ ആവിഷ്കരിക്കുന്നത്. ഒന്ന്, ഈ അമേരിക്കയ്ക്ക് പുറമേയുള്ള പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുക. 2, ആഭ്യന്തര വിപണി വർദ്ധിപ്പിക്കുക തുടങ്ങി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര വിപണി വലിയ തരത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി നമ്മൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഇതുവരെ പല കാര്യങ്ങളിലും പല കയറ്റുമതിയും അമേരിക്കയെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഉദാഹരണത്തിന് സമുദ്രോൽപ്പന്ന കയറ്റുമതി 60,000 കോടി രൂപയുടെ ഒരു മാർക്കറ്റാണ് അമേരിക്കയിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ചെമ്മീനടക്കം കയറ്റുമതി ചെയ്യുന്നത്, തുകൽ, ഇതുകൂടാതെ തുണിത്തരങ്ങൾ, ഇതിലെല്ലാം പ്രത്യേക വലിയൊരു മാർക്കറ്റാണ് അമേരിക്കയിൽ. ഇന്ത്യൻ വിപണിക്ക്, ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നവയ്ക്കുള്ളത്. ഇതിന് പകരമായി മറ്റു രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ജർമ്മനി, ദക്ഷിണ കൊറിയ, ജപ്പാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾ ഒരു പുതിയ വിപണി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൽ തുണിത്തരത്തിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ രാജ്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 40 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ലിസ്റ്റുണ്ട്. ഈ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തര കയറ്റുമതി ഏകദേശം ഒരു 5 മുതൽ 6% വരെ മാത്രമാണ്. ഇത് കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു കയറ്റുമതി ഈ രാജ്യങ്ങളിലേക്ക് കിട്ടും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ എത്ര ദിവസമാണ് ഇവിടെ സന്ദർശിച്ചെന്ന് നോക്കുക. കാര്യം സാധാരണ ഒരു 10 വർഷത്തിനിടയിൽ വല്ലപ്പോഴുമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു മിക്കവാറും ഒരാഴ്ചകൾ കൂടുമ്പോൾ, ഓരോ മാസങ്ങൾ കൂടുമ്പോൾ ചൈനയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രധാനപ്പെട്ട മന്ത്രിമാർ, അവരുടെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രമുഖരായ ആൾക്കാർ ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലെ നേതാക്കന്മാരുമായിട്ടും ഇന്ത്യയിലെ ഭരണ സംവിധാനവുമായിട്ടും നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ചൈനയിൽ ഒരു വിപുലമായ ഒരു മാർക്കറ്റ് ഇന്ത്യക്ക് നേടിയെടുക്കുക തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ടാകുന്നത്. അതിന് ഇപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ഗുജറാത്തിൽ ധാരാളമായി ലഭിക്കുന്ന ഒരു മത്സ്യമുണ്ട്, ബാസ എന്ന് പറയുന്നത്. ഈ മത്സ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട, ചൈനക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ്. പക്ഷേ അങ്ങോട്ടുള്ള കയറ്റുമതി വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യത്തിന് ചൈനയിൽ കയറ്റുമതി, അങ്ങനെ ഒരു വിപണി ചൈനയിൽ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സമുദ്രോൽപ്പന്ന കയറ്റുമതി പിടിച്ചു നിൽക്കാനായിട്ട് പലപ്പോഴും പറ്റും. ആ തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് ചൈന, നമ്മൾ ഇന്ത്യയുമായി സഹകരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പല നയങ്ങളും ഇന്ത്യക്ക് അംഗീകരിക്കേണ്ടതായി വരും. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഈ ഏകലോകം, ഏക റോഡ് തുടങ്ങിയ പദ്ധതികളൊക്കെ അതിനോടൊരു പുറംതിരിഞ്ഞാണ് ഇന്ത്യയുടെ ഒരു നിൽപ്പുള്ളത്. പകരം ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആ പദ്ധതി ഏകദേശം ഒരു അനുകൂലമായ നിലപാടിൽ തന്നെയാണുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ത്യക്ക് ഇതുവരെ തുടർന്നു വന്നിരുന്ന ഒരു നിലപാട് ഒരു മാറ്റം വരുത്തേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധിയായ വിക്രം മിസ്ത്രി അദ്ദേഹം പറഞ്ഞത്, ഇതൊരു ഈ 25% ഇതിനകം തന്നെ തീരുവയുണ്ട്. ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന രീതിയിൽ ഒരു 25% വാങ്ങുന്നത് ഇത് വളരെ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യക്ക് ഒരു സർപ്രൈസ് ആയിരുന്നില്ല ഒരിക്കലും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു 50% നികുതി അധികമായി വരും എന്ന് തന്നെയാണ് പറയുന്നത്, അവർ കരുതിയിരുന്നത്. മാത്രമല്ല,
ഇപ്പോൾ പലപ്പോഴും ഈ തുണിത്തരങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയവ ഈ 50% തീരുവ വന്നു കഴിയുമ്പോൾ നിലവിൽ അമേരിക്കയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന തുകയേക്കാളും ഒരു 30 അല്ലെങ്കിൽ 35% ഇരട്ടിയിലേക്ക് അല്ലെങ്കിൽ അത്രയും ശതമാനം കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ഇവയെല്ലാം വാങ്ങാനായിട്ട്. സ്വാഭാവികമായും ഇത്രയും പണം മുടക്കി വാങ്ങുന്നതിൽ നിന്നും അമേരിക്കക്കാർ പിൻവലിയുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു തുക കുറഞ്ഞ രീതിയിൽ അധികം തീരുവ ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. ഇപ്പം ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും അവിടെ ഫിലിപ്പീൻസ് ആയാലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്ക് അവിടെ കൂടുതൽ മാർക്കറ്റ് കണ്ടെത്താനും ഇന്ത്യ അവിടുന്ന് പുറത്താകാനും ആണ് ഇടയാകുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത്. അങ്ങനെ ഒരു പുതിയ രാജ്യങ്ങളെ കയറ്റുമതിക്ക് പുതിയ രാജ്യങ്ങളെ ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അത് മറികടക്കാമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തതാണെങ്കിൽ ആഭ്യന്തര വിപണി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പലപ്പോഴും ഈ ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. എത്തിക്കണമെങ്കിൽ കാര്യം പലപ്പോഴും ഇന്ത്യക്കാർക്ക് ഇതൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ഇത്രയും തുക മുടക്കി വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ തുക ഒരു 2-3 ലക്ഷം കോടിയെങ്കിലും പല സ്റ്റേറ്റുകൾക്കായിട്ട് കൊടുക്കേണ്ടി വരും. കാര്യം സുമോദ് പറയുന്നത് പോലെ അങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാടെങ്കിൽ അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ വഴങ്ങേണ്ട, കയറ്റുമതിക്ക് നമുക്ക് പുതിയ ഇടങ്ങൾ തേടാമെന്നതാണ്. അതിന്റെ സാധ്യതകൾ ഇന്ത്യ വളരെ ഗൗരവതരത്തിൽ പരിശോധിക്കുന്നുണ്ട്, പുതിയ മാർക്കറ്റുകൾ തേടുന്നുണ്ട്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിതമായും ആവശ്യക്കാരുണ്ടാകും. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ആ സാധ്യതകൾ ആരായുന്നു. ആ സാധ്യതകൾ തുറക്കപ്പെടട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം.